പാണക്കാട് കുടുംബവും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും കൺവെൻഷനിൽ വിട്ടുനിന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് UDF. കെ സുധാകരൻ, ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇന്നലത്തെ UDF വേദിയിൽ അൻവറിനെതിരെ വിമർശനം ഉന്നയിക്കാനും നേതാക്കൾ തയ്യാറായതുമില്ല. അതേസമയം മാധ്യമങ്ങൾ വ്യാജവാർത്ത ചമയ്ക്കുകയാണെന്ന ആരോപണവുമായി ഷഫി പറമ്പിലും വിഷ്ണുനാഥും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, ഏതായാലും UDF വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അത് പല രീതിയിൽ അവരുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ലീഗ് യോഗത്തിൽ തന്നെ അതിനിശ്ചിതമായ വിമർശനം ഷാജി ഉൾപ്പെടെയുള്ളവർ സതീശനെതിരെ ഉന്നയിച്ചു. സതീശനിസം എന്നാണ് ഇപ്പോൾ ലീഗുകാർ തന്നെ പറയുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ UDFൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദി സതീശൻ തന്നെയാണ് എന്ന് ആക്രമിക്കാനിരിക്കുകയാണ് ലീഗിലെ നേതൃത്വം. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുക്കാതിരുന്നത്, കെ സുധാകരൻ, ചെന്നിത്തല അടക്കമുള്ളവർ പങ്കെടുക്കാതിരുന്നത്. വളരെ കൃത്യമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ UDFന്റെ വാട്ടർലൂ ആവുകയാണ്. സിജു, പലതരത്തിൽ ഇതെന്തുകൊണ്ട് വിവാദമായി എന്ന് ചോദിച്ചാൽ സിജു പറഞ്ഞ ഈ കാര്യങ്ങളാണ്. ഒന്ന്, PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വരുന്നു. അതിനു മുമ്പ് UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. ഒപ്പം തന്നെ ലീഗിന് ഇക്കാര്യത്തിൽ VD സതീശൻ എടുത്ത നിലപാട് ശരിയല്ല. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ വാക്കുകൾ പോലും മുഖവിലക്കെടുക്കാതെ തള്ളിക്കളഞ്ഞു എന്ന വിമർശനമാണ് ലീഗിന്റെ നേതൃയോഗത്തിൽ ഉണ്ടായത്. ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായതിനെ സംബന്ധിച്ചും കോൺഗ്രസിനുള്ളിലുമുണ്ട്, ഒപ്പം തന്നെ ലീഗിനകത്ത് വിമർശനമുണ്ട്. ലീഗിന്റെ താല്പര്യം VS ജോയി സ്ഥാനാർത്ഥിയാകണമെന്നതാണ്. അത് ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വലിയ തരത്തിലുള്ള വിരോധം ലീഗ് നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ കുടുംബത്തെ പലതരത്തിൽ വിമർശിച്ച ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലീഗിന്റെ ഒക്കെ തന്നെ സോഷ്യൽ ഗ്രൂപ്പുകൾ ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം ഒരു സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷന്റെ ഉദ്ഘാടന വേദിയിൽ പാണക്കാട് തങ്ങൾ ഫാമിലിയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുക്കാതെ വിട്ടുനിന്നു എന്നതാണ് വിവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴമ്പ് എന്ന് പറയുന്നത്. ഇപ്പോഴും വ്യക്തമായ വിശദീകരണം PK കുഞ്ഞാലിക്കുട്ടിക്ക് പോലും പറയാൻ കഴിയുന്നില്ല. അതൊക്കെ വിട്ടേക്ക് ഇന്ന് നടക്കുന്ന പോത്തുകലിൽ നടന്ന പരിപാടിയിൽ മലപ്പുറത്തെ ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം നൽകിയ മറുപടി. പക്ഷേ അതല്ല, സംസ്ഥാനത്തെ പാർട്ടിയുടെ പ്രത്യേകിച്ച് UDFന്റെ ഏറ്റവും നിർണായകമായ ഒരു കൺവെൻഷനിൽ, നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ലീഗിന്റെ പാണക്കാട് തങ്ങൾ കുടുംബം വിട്ടുനിന്നു എന്നാണ് വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KPCC അധ്യക്ഷനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ക്രൗഡ് പുള്ളറായ നേതാവായിട്ടുള്ള K മുരളീധരനും, സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വേദിയിലൊക്കെ മുഖ്യ ആകർഷണമായി പ്രസംഗിക്കുന്ന K മുരളീധരനും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. അതിലും ചേർത്ത് വായിക്കേണ്ടത് K സുധാകരനാണ് PV അൻവറുമായി UDFലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള ചർച്ച തുടർച്ചയായി നടത്തിയ നേതാവാണ് K സുധാകരൻ. K സുധാകരൻ പോലും അറിയാതെയാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എന്ന് PV അൻവർ തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഇത്തരം വിവാദങ്ങൾ നിൽക്കുമ്പോഴാണ് കണ്ണൂർ ഉണ്ടായിട്ട് പോലും K സുധാകരൻ കഴിഞ്ഞ ദിവസത്തെ കൺവെൻഷനിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. രമേശ് ചെന്നിത്തല ഹരിപ്പാട് സ്വന്തം മണ്ഡലത്തിൽ ആലപ്പുഴയിലുണ്ടായിരുന്നു, അദ്ദേഹം വന്നില്ല. K മുരളീധരൻ തിരുവനന്തപുരത്താണ് ഉണ്ടായിരുന്നത്, അദ്ദേഹവും കൺവെൻഷനിൽ വന്നില്ല. അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തില്ല. ആഭ്യന്തരമായി UDFനകത്ത് വലിയ സംഘർഷം നടക്കുന്നു. കോൺഗ്രസിനകത്ത് വലിയ തരത്തിലുള്ള വിമർശനം വരുന്നുണ്ട്. കാരണം PV അൻവറിനെ ഈ UDFന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ഏകപക്ഷീയമായി VD സതീശൻ എടുത്ത നിലപാടാണ് വലിയ പ്രശ്നത്തിലേക്കും പ്രതിസന്ധിയിലേക്കും എത്തിച്ചത്. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, മുൻകാലത്ത് AK ആന്റണിയുടെയും K കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ തന്നെ ഇത്തരത്തിൽ ഘടകകക്ഷികളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് പോലും ലേസനായി പ്രവർത്തിച്ചിരുന്നത് പാണക്കാട് തങ്ങൾ കുടുംബവും PK കുഞ്ഞാലിക്കുട്ടിയുമായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുപോലും ധിക്കരിക്കുന്ന ആദ്യ അനുഭവമാണ് UDFന്റെ ലീഡറിന്റെ ഭാഗത്ത് നിന്ന്, ചെയർമാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനെതിരെയുള്ള പ്രതിഷേധവും ലീഗിൽ ശക്തമാണ്. ഇതുകൂടി കൂട്ടി വായിക്കുമ്പോഴാണ് നിലവിലെ സംഭവങ്ങൾ വിവാദമാകുന്നത്. അല്പം മുമ്പ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള വിഷ്ണുനാഥും ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് മാധ്യമങ്ങൾ സംഘടിതമായി വ്യാജ വാർത്ത ചെയ്യുകയാണ് എന്ന മറുപടിയാണ് നൽകിയത്. പക്ഷേ അവർക്കും എന്തുകൊണ്ട് ഈ നേതാക്കൾ പൂർണ്ണമായി വിട്ടുനിന്നു എന്ന കാര്യത്തിൽ വ്യക്തമായി മറുപടി പറയാൻ കഴിയില്ല. കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ ഏത് തരത്തിലുള്ള ന്യായീകരണം നിരത്തിയാലും ആഭ്യന്തരമായി ലീഗിനുള്ളിലും കോൺഗ്രസിനുള്ളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ശക്തമാണ്. അതിന്റെ ഉദാഹരണമായി കഴിഞ്ഞ ദിവസത്തെ കൺവെൻഷനിലെ നേതാക്കളെ വിട്ടുനിന്ന ഈ പറഞ്ഞ പ്രതിഷേധത്തെ കാണേണ്ടി വരും. സിജു, നിർഭൻ, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞത് പിണറായി മുഖ്യമന്ത്രി ഏതോ ചതി ചെയ്തു, പാണക്കാട് കുടുംബത്തോട് ചതി ചെയ്തു എന്നാണ്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ വാക്കുകളുണ്ട്. ആ വെള്ളം ഓതി കൊടുത്തത് അതിനെതിരെ കേസെടുക്കേണ്ടതല്ലേ എന്ന തരത്തിൽ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തുണ്ട്. വളരെ ക്രൂരമായ വിമർശനമാണ് നടത്തിയത്. ഒരുപക്ഷെ CPMോ മറ്റു പാർട്ടികളോ നടത്താത്ത രീതിയിലുള്ള വിമർശനമാണ് ആര്യാടൻ ഷൗക്കത്ത് ലീഗിനെതിരെ അതായത് പാണക്കാട് കുടുംബത്തിനെതിരെ നടത്തുകയും ചെയ്തിട്ടുള്ളത്.
അത് മറച്ചു വെച്ചുകൊണ്ടാണ് പിണറായി ചതി ചെയ്തു എന്ന് പറയുകയും ചെയ്ത്. ഒരുപക്ഷെ നേരത്തെ നിർബൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ UDF-ന്റെ വിഷയങ്ങളിൽ പലപ്പോഴും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ലൈസണായി നിന്ന കുഞ്ഞാലിക്കുട്ടി, അതാണ് ഇവിടുത്തെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അനുനയം വേണം, PV അൻവറിനെ കൂട്ടേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അത് വകവയ്ക്കാതെ പോവുകയും ചെയ്തു. ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുണ്ട്. അതായത് കെ സുധാകരൻ നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അൻവറോട്. അൻവറെ അത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞാൻ എത്തുമ്പോൾ, കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ പരിഹരിക്കാം. കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ സുധാകരനോട് PV അൻവർ എടുത്ത് കാണിക്കുകയാണ്, ഇതാ തീരുമാനിച്ചു കഴിഞ്ഞു ആര്യടൻ ഷൗക്കത്തിനെ. അപ്പോൾ സുധാകരൻ്റെ പ്രസ്താവനയാണ്, എന്ത് ACC വക്താവായ ഞാനറിയാതെ ആര്യാടൻ ഷൗക്കത്തോ? ഇതായിരുന്നു കോൺഗ്രസ്, ഇതാണ് UDF. ഇപ്പോഴത്തെ പ്രശ്നം അതുതന്നെയാണ്. സതീശനാണ് അവരുടെ ലക്ഷ്യം. സതീശൻ വലിയൊരു ഇരയാകാൻ പോകുന്നു. സതീശൻ പ്രതിസന്ധിയിൽ തന്നെയാണ് UDF-ൽ. തീർച്ചയായും. കാരണം രണ്ട് നേതാക്കളാണ് അവസാന ഘട്ടത്തിൽ വരെ PV അൻവറിന്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് മുൻപന്തിയിൽ നിന്ന നേതാക്കൾ. PV അൻവറുമായി നിരന്തരമായി ചർച്ച നടത്തിക്കൊണ്ടിരുന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഒപ്പം തന്നെ കെ സുധാകരൻ അവസാന നിമിഷം വരെ PV അൻവറിന് ഉറപ്പ് നൽകിയതുമാണ്. പക്ഷേ UDF-ന്റെ യോഗത്തിൽ, ഓൺലൈനായി ചേർന്ന യോഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടി വച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായി VD സതീശൻ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ ലീഗിന്റെ നേതൃയോഗത്തിൽ വിമർശനമുണ്ടായത് ഈ പറഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയല്ല, VD സതീശന്റെ വ്യക്തി താല്പര്യങ്ങളുടെ വിജയമാണ് നോക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനമാണ്. അത് KM ഷാജിയും ഒപ്പം തന്നെ MK മുനീറും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. മുമ്പ് UDF-ന്റെ രീതി ഇതല്ല, ഘടകകക്ഷികളോടും മുതിർന്ന നേതാക്കളും പറയുന്ന കാര്യങ്ങളെ മുഖവിലക്കെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് UDF വ്യതിചലിക്കുകയാണ്. അതിന് പ്രതിപക്ഷ നേതാവിന്റെ ഏകാധിപത്യ പ്രവണതകളും താൻ പ്രമാണിത്വവും വലിയ തരത്തിൽ പ്രതിസന്ധി UDF-ന് ഉണ്ടാക്കുന്നു എന്ന രണ്ട് നേതാക്കളുടെ വിമർശനം കേട്ടുകൊണ്ടിരുന്ന PK കുഞ്ഞാലിക്കുട്ടി ആ വിമർശനത്തെ ശരിവെക്കുകയും അത് പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല KC വേണുഗോപാലിനോട് ലീഗിന്റെ പരാതി അറിയിക്കാൻ PK കുഞ്ഞാലിക്കുട്ടിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അത് KC വേണുഗോപാലുമായി ആശയവിനിമയം നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു സംഘർഷങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ലീഗിന്റെ ശക്തി കേന്ദ്രമായ UDF-ലെ ഒന്നാമത്തെ ഘടകകക്ഷിയായ ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്തെ ജില്ലയിൽ തന്നെയുള്ള നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പാണക്കാട് തങ്ങൾ കുടുംബം വിട്ടുനിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം ആര്യാടൻ ഫാമിലിയുമായി ബന്ധപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിന്റെ രൂക്ഷമായ വിമർശനത്തിൽ ഇപ്പോഴും ലീഗിന് മറുപടി പറയാൻ കഴിയുന്നില്ല. പാണക്കാട് തങ്ങൾ കുടുംബത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രസ്താവനകളുടെ വീഡിയോകൾ ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം VS ജോയി ആയിരുന്നു ലീഗ് മുന്നോട്ട് വച്ചിരുന്നത്. മൂന്നാമത്തെ കാര്യം PV അൻവറിനെ UDF-ലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ലീഗ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ VD സതീശൻ നിരാകരിക്കുകയും ചെയ്തു. അതിന്റെയൊക്കെ ഉള്ളൊരു പ്രതിഷേധമാണ് അവരുടെ വിട്ടുനിൽപ്പ്. ഒപ്പം തന്നെ സിജു സൂചിപ്പിച്ചതുപോലെ കെ സുധാകരന് വല്ലാത്ത വൈഷമ്യവും വിയോജിപ്പും ഇക്കാര്യത്തിലുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു ദിവസം വന്ന് അന്നാണ് നിർണായകമായ ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിൽ PV അൻവറിനെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടെടുത്തതോടെയാണ് അദ്ദേഹം വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഒഴിവാക്കി അദ്ദേഹം തിരിച്ച് മടങ്ങുകയും ഈ കൺവെൻഷൻ നടക്കുന്ന ദിവസം അദ്ദേഹത്തിന്റെ ഹരിപ്പാട് മണ്ഡലത്തിൽ നിൽക്കുകയും ചെയ്തത്. കെ മുരളീധരനും ഇതേ അഭിപ്രായമാണ്. മുതിർന്ന നേതാക്കൾക്കെല്ലാം ഈ VD സതീശന്റെ ഏകപക്ഷീയമായ നീക്കത്തിൽ വലിയ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അവർ കണ്ടുവച്ചിരിക്കുന്ന ഒരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിലേക്ക് എത്താനുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്ന കാര്യമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. സിജു. ശരി, നൃപൻ ചക്രവർത്തിയാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.